ചാപ്റ്റർ 8 കൺട്രോളിംഗ്. കൺട്രോളിങ്ങിൻ്റെ മലയാളം നിയന്ത്രണം എന്നാണ്. നാം നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ഫങ്ഷനായി പഠിച്ചതാണ് കൺട്രോളിംഗ് എന്നുള്ളത്. നാം ഈ കൺട്രോളിംഗ് എന്ന ഫങ്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് മാനേജ്മെൻറ്റിൻ്റെ ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഫങ്ഷനായി മനസ്സിലാക്കരുത്. മറിച്ച് ഈ കൺട്രോളിങ്ങിന് ശേഷം അടുത്ത പ്ലാനിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എന്താണ് കൺട്രോളിംഗ് എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്താണ് നിയന്ത്രണം? കൺട്രോളിംഗ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. കൺട്രോളിംഗ് മീൻസ് ensuring the activities in an organization which are performed as per the plans and standards already prepared by the organization. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവിടുത്തെ റിസോഴ്സസിനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ആ ഓർഗനൈസേഷൻ ഒരു പ്ലാൻ ഉണ്ടാകും, ഒരു സ്റ്റാൻഡേർഡ് അവർ നിശ്ചയിച്ചിട്ടുണ്ടാകാം. ഈ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് നാം പരിശോധിക്കുകയും ഇനി അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ അത് പരിഹരിക്കുകയും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് കൺട്രോളിംഗ് എന്നുള്ളത്. അതായത് നാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാനിനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിനും അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെ അല്ല എങ്കിൽ ആ അർത്ഥത്തിലേക്ക് ആ ഫംഗ്ഷനെ മാറ്റുക എന്നുള്ളതാണ് കൺട്രോളിംഗ് എന്നുള്ളത്. അല്ലാതെ ഏതിനെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും പ്രവർത്തനങ്ങളെയോ നിയന്ത്രിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ മീനിങ്. നാം പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുകയും ഇനി അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ആ രീതിയിലേക്ക് അത് നടത്തുന്നതിന് വേണ്ടിയുള്ള മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്നുള്ളത്, അല്ലെങ്കിൽ നിയന്ത്രണം എന്നുള്ളത്. നമുക്കിനി what are the importance or advantages of controlling എന്ന് നോക്കാം. കൺട്രോളിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ കൺട്രോളിങ്ങിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? The very first one, accomplishing the organizational goals. അതായത് നമ്മുടെ സ്ഥാപനത്തിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വഴിവിളക്കാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ലൈറ്റാണ് യഥാർത്ഥത്തിൽ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫങ്ഷൻസിലൊക്കെ നാം പ്ലാനിങ്ങിലൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടാകാം. ഇതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാം വിലയിരുത്തുകയും അതിനുശേഷം നമ്മുടെ സ്ഥാപനത്തിന് ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്കായി ആ പ്ലാനിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഫങ്ഷനാണ്. ആൻഡ് സെക്കൻഡ് വൺ, ജഡ്ജിങ് ദ ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്. അതായത് നാം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലേ. ഓരോ ഓർഗനൈസേഷൻസിനും അവർക്കിപ്പോൾ ഇത്ര സെയിൽസ് നടക്കണം, എത്ര എമൗണ്ട് സെയിൽസ് നടക്കണം, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ നടക്കണം, അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ഉണ്ടാകണം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു കൺട്രോളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായി ജഡ്ജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൃത്യമായി വിലയിരുത്തുന്നതിന് കൺട്രോളിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്നത് കൺട്രോളിംഗ് നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ, നാം തീരുമാനിച്ചു വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിൻ്റെ ആക്യുറസി കൃത്യമായി വിലയിരുത്താൻ സഹായിക്കുന്നു. ആൻഡ് തേർഡ് വൺ, മേക്കിംഗ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. നമുക്കറിയാമല്ലോ, അതായത് നാം പ്ലാൻ ചെയ്തതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ റിസോഴ്സസിനെ കുറച്ചുകൂടി വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കൺട്രോളിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കൺട്രോളിങ്ങിലൂടെ നമുക്ക് പരമാവധി നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസിൻ്റെ അനാവശ്യമായ ഉപയോഗം ഒക്കെ നമുക്ക് കൃത്യമായ കൺട്രോളിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അനദർ വൺ, ഇംപ്രൂവിങ് ദ എംപ്ലോയി മോട്ടിവേഷൻ. അതായത് എംപ്ലോയീസിന് മോട്ടിവേഷൻ പരമാവധി വർദ്ധിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ കൺട്രോളിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം ഡയറക്റ്റിങ്ങിൽ പറഞ്ഞല്ലോ ഇൻസെൻറ്റീവ്സിനെ കുറിച്ച്, തൊട്ട് മുന്നേയുള്ള ചാപ്റ്ററിൽ നാം ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയതിന് ശേഷം ഓരോ എംപ്ലോയീസിനും നാം സ്റ്റാൻഡേർഡ് തീരുമാനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ സ്റ്റാൻഡേർഡിനും അല്ലെങ്കിൽ അതിന് മുകളിലും എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എംപ്ലോയീസിന് കൂടുതൽ ഇൻകം കിട്ടുകയും അത് എംപ്ലോയീസിന് കൂടുതലായി മോട്ടിവേറ്റ് ചെയ്യുന്നതിനുമൊക്കെ കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കൺട്രോളിങ്ങിന് മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എൻഷുർ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ കൃത്യമായൊരു ഓർഡറും അതുപോലെ തന്നെ
ഡിസിപ്ലിന് നമുക്ക് ഉറപ്പുവരുത്താൻ കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോളിങ്ങിലൂടെ നമുക്ക് പലപ്പോഴും എംപ്ലോയീസിൻ്റെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത എംപ്ലോയീസിൻ്റെ ഇടപെടലുകളൊക്കെ തന്നെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാം ഓരോ സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്ത് പോവുകയാണ്. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കറിയാൻ പറ്റും അവിടെ എന്തോ ഡിസിപ്ലിൻ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ഓർഡർ കറക്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ ഒന്ന് റീസെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആക്കാനും ഒക്കെ കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഫെസിലിറ്റേറ്റിംഗ് കോർഡിനേഷൻ ഇൻ ആക്ഷൻ. അതായത് നമുക്കറിയാമല്ലോ, ഓർഗനൈസേഷന് വ്യത്യസ്തമായ ഫങ്ഷൻസ് ഉണ്ട്, മാനേജ്മെൻറ്റിന് വ്യത്യസ്തമായ ഫങ്ഷൻസ് ഉണ്ട്. ഈ ഓരോ ഫങ്ഷൻസിനെയും ഒരു കോർഡിനേറ്റ് ചെയ്യാൻ, ഓരോ ഫങ്ഷൻസിനെയും പരസ്പരം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കൺട്രോളിങ് മാനേജ്മെൻറ്റിൻ്റെ ഫൈനൽ ഫങ്ഷൻ എന്നുള്ള നിലക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വരുന്ന കുറവുകളൊക്കെ തന്നെ കൺട്രോളിങ്ങിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇനി നമുക്ക് കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോളിങ്ങിന് അതിൻ്റെതായ ചില പോരായ്മകൾ കൂടിയുണ്ട്. ദ വെരി ഫസ്റ്റ് വൺ, ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാമല്ലോ, നാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിൻ്റെ ബേസിലാണ് യഥാർത്ഥത്തിൽ കൺട്രോളിങ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, നോ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് കൺട്രോളിങ്ങിൽ നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, നമ്മുടെ ഓർഗനൈസേഷൻ അകത്തുള്ള നമ്മുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷന് പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ആക്ച്വലി നമുക്കിതിലൂടെ സാധ്യമല്ല എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. അതായത് നാം ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ നാം മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നും നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അവർ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഇതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. അതായത് ഒരു ടൈം കൺസ്യൂമിങ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പണച്ചെലവ് വരുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ കൺട്രോളിങ്ങിൻ്റെ ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതായത് കൺട്രോളിങ് സ്റ്റാൻഡേർഡ് തീരുമാനിക്കുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിനെ ഓർഡർ ചെയ്യുക തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ കൺട്രോളിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോളിങ്ങിന് നമുക്കൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ ചിലവേറിയ ഒരു പ്രവർത്തനമായിട്ട് പരിഗണിക്കാവുന്നതാണ്.